ഞാനൊരു തൂവാല വിൽപ്പനക്കാരനാണ്. എന്റെ ഭാര്യ ഉണ്ടാക്കിയ തൂവാലാണ്. നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും പുറത്താക്കി. ജീവിക്കാൻ വേണ്ടിയാണ് തൂവാല തുന്നുന്നത്. ഇത്രയും ഭംഗിയുള്ള തൂവാല ഉണ്ടാക്കണമെങ്കിൽ നിന്റെ ഭാര്യ അതീവ സുന്ദരിയായിരിക്കണം. എവിടെ അവൾ? നിന്റെ ഭാര്യ അവൾ വിവാഹിതയാണോ? കാമബാല, എനിക്ക് കാമപാലനെ വിവാഹം കഴിക്കാൻ സമ്മതമാണ്. പുഷ്പാങ്കദനെ നമുക്ക് കടലിൽ അയച്ചാ പോരെ? പ്രതിശ്രുത വധുവിന് 30 ദിവസത്തെ വ്രതം, ഭാരതീ സൗധത്തിൽ താമസം. പിന്നെ ഈ കാമപാലന്റെ കൊട്ടാരത്തിൽ ഇനി സദാരാമയും ഉണ്ടാകും. നാഹരെ, കള്ളടിയൊക്കെ നിർത്തിയ ആള് ഉഷാറായല്ലോ. ഗംഭീര പെർഫോമൻസ് ആയിരുന്നല്ലോ അല്ലേ MT? പിന്നെ എന്നാ പിന്നെ ഗന്ധർവന്റെ റോളും കൂടെ സുധാരട്ടൻ ചെയ്യട്ടെ അല്ലേ വാലമ്മ? എങ്ങനെയുണ്ട് എന്റെ സർജിക്കൽ സ്ട്രൈക്ക്? ഒരൊറ്റ ഇടിയെ വെടി വന്നിട്ടില്ല. നാഹര അടി നിന്നു. ഇടിയ സെൻട്രൽ ഗവൺമെന്റിന്റെ ED അല്ല, ET, MTയുടെ ഇടി. என்ன இடி? எப்படி இடி? எவ்வளோ இடி? സർജിക്കൽ സ്ട്രൈക്ക്. അത് സീക്രട്ടാ. എപ്പോഴാണ് നമ്മൾ ഗന്ധർവന്റെ സീൻ എടുക്കുന്നത്? എനിക്ക് കലയെ പറ്റിയിട്ട് വലിയ വിവരമൊന്നുമില്ല. എന്നാലും ഇതെന്ത് ഗന്ധർവനാണ് സുരേഷ? അല്ല, താടിയുള്ള ഗന്ധർവനുണ്ട് സുരേഷ, ഞാൻ കണ്ടിട്ടുണ്ട്. ട്രസ്റ്റ് മീ. ഇതാ ഞാൻ വന്ന ഉടൻ തന്നെ ഈ സാധ്വയായ യുവതി മൂർച്ഛിതയായിരിക്കുന്നു. ഒന്ന് വിളിച്ചാലോ? അല്ലയോ പത്മാവതി, അല്ലയോ സുമുഖി, ഉണർന്നാലും. ഇന്നത്തെ ഭാവം അസാധാരണമായിരിക്കുന്നല്ലോ. ഇതിന് കാരണം എന്ത്? ഭർത്താവാകുന്ന ആൾ ഇവിടെ വന്ന് ഇവളോടുകൂടി ശയിക്കുകയും അനന്തരം എന്റെ ശക്തിവിശേഷത്താൽ മരിക്കുകയും ചെയ്യുകയായിരുന്നു പതിവ്. ഇത് പുരുഷവേഷധാരിണിയായ ഒരു സ്ത്രീ തന്നെയാണല്ലോ. എന്തൊരാശ്ചര്യം! ഞാനീ കാണുന്നത് ആരെയാണ്? താങ്കൾ ആരാണ്? ഞാൻ ഒരു ഗന്ധർവനാണ്. താടിയുള്ള ഗന്ധർവൻ ആരായാലെന്ത്? അനീതി ചെയ്യുന്നവരാരായാലും അധമനും അധികാർഹണ്യനുമാണെന്നതിൽ സംശയമുണ്ടോ? ഇതെന്ത് വർത്തമാനമാണ്? ഒരുവൻ നീതി എന്ന് പറഞ്ഞ് പ്രശംസിക്കുന്ന ഒരു കാര്യം മറ്റൊരുവൻ അനീതി എന്ന് പറഞ്ഞ് പുച്ഛിക്കുന്നു. ഒരിടത്ത് സദാചാരമായി സ്വീകരിക്കപ്പെടുന്ന ഒരു കൃത്യം മറ്റൊരിടത്ത് ദുരാചാരമായി ത്യജിക്കപ്പെടും. MT, നിങ്ങൾ പറഞ്ഞോ. ഒന്നുകൂടെ പറഞ്ഞോക്കെ. ശരി. ഒരിടത്ത് സദാചാരമായി സ്വീകരിക്കപ്പെടുന്ന ഒരു കാര്യം മറ്റൊരിടത്ത് ദുരാചാരമായി ത്യജിക്കപ്പെടുന്നു. ഇതെല്ലാം കമ്പാരിറ്റീവുമാണ്. തീ കെട്ടണ്ട ആളെന്നെ തീ കത്തിച്ചാലേ ഇല്ല പണി പോകണ്ട. അതെ, സത്യം. ഏകദേശം ഒന്ന് ശരിയായിട്ട് വന്നതല്ലേ അന്നേരത്തിൽ ഈ ചങ്ങ ചൊറയാക്കുന്നു. ഇവിടെ ജനകോടികൾ ചാത്തുന്നു നിങ്ങളിൽ. ഇവിടെ ജനകോടികൾ ചാത്തുന്നു. ഒന്ന് കഴിയുമ്പോ വേറൊരു ചൊറയാ. ഇതൊരടിക്കൊന്നും നിൽക്കുന്നുല്ലോ കേട്ടോ.
അച്ഛൻ്റെ കുടീനെക്കാട്ടിൽ സുരേഷേട്ടൻ്റെ അടീനെ വിശ്വസിച്ചു പോയി. നീയല്ലേ പറഞ്ഞു ഒരടി അടിച്ചാൽ മതിയെന്ന്. ഒരടിക്ക് ഇത്രയും ബാക്ക് ഉണ്ടാവുമല്ലോ. നമുക്കൊരവസരം കൊടുത്താൽ അല്ലെങ്കിൽ നാടകം മുടങ്ങും. ഒരു കാര്യമില്ല, അയാൾ കൂടി നിർത്തൂല. അച്ഛൻ അടി നിർത്തുന്നവരെ സുരേഷ് ഏട്ടൻ അടിച്ചോണ്ടിരിക്കും.